ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 53-ാം ഭാഗം. അമ്മേ നാരായണ. നാമം 751. മഹാകാളി. പുരാതന ഗോത്രാരാധനാ രീതികൾ മുതലേ നിലനിന്നു വരുന്ന ഒരു ആരാധനാമൂർത്തിയാണ് കാളി. ഭദ്രമായ കാലത്തെ നൽകുന്നവളാണ് ഭദ്രകാളി. ദേവീമാഹാത്മ്യത്തിൽ ഭുവനേശ്വരിയുടെ അതിപരാശക്തിയുടെ ഉഗ്രരൂപമായി പറയുന്നത് മാതാ കാളിയെയാണ്. കേരളത്തിലാണെങ്കിലും മച്ചകത്തമ്മ എന്നുള്ളൊരു സങ്കല്പമായി ആദികാലങ്ങൾ മുതലേ നിലനിൽക്കുന്ന ഒരു ആരാധനാമൂർത്തിയാണ് കാളി. തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം എന്നൊരു സങ്കല്പം എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. ഹിന്ദു മതത്തിൽ കാളിമാത അപ്രകാരം തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം എന്ന സങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമായി നിലനിൽക്കുന്നു. ഇനി മഹാകാളനായി അറിയപ്പെടുന്നത് പരമശിവനാണ്. ആ പരമശിവൻ്റെ പത്നി മഹാകാളി എന്ന അർത്ഥത്തിലും ദേവിയെ മഹാകാളി എന്ന് വിളിക്കാം. ആദിപരാശക്തിയുടെ പ്രധാനപ്പെട്ട 3 ഭാവങ്ങളാണ് മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്നിവർ. 752-ാം നാമം മഹാഗ്രാസ. ഗ്രസിക്കുക അഥവാ വിഴുങ്ങുക. കാലത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാലം നാം ശ്രേഷ്ഠമെന്ന് കരുതുന്ന എല്ലാത്തിനെയും, അത് കൊട്ടാരക്കെട്ടുകളാകട്ടെ, കോട്ടവാതിലുകളാവട്ടെ, സാമ്രാജ്യങ്ങളാവട്ടെ, ഇതിനെയെല്ലാം തന്നെ വിഴുങ്ങി നശ്വരതയിലേക്ക് ചേർക്കും. ഇവിടെ നിലനിന്നിരുന്നു എന്നൊരു ഓർമ്മ പോലും അവശേഷിക്കാത്ത വിധം കാലം എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുന്നു. ആ കാലത്തെ നിയന്ത്രിക്കുന്ന ദേവിയാണ് മഹാകാളിയായി പറയുന്നത്. അപ്രകാരം മഹാകാളിയായ ദേവി ലളിതാംബിക മഹാഗ്രാസയാണ്. സകലത്തിനെയും വിഴുങ്ങി കളയുന്നവളാണ്. ഒരു മഹാപ്രളയത്തോടെ ഒരു യുഗത്തെ തന്നെ അവസാനിപ്പിക്കാനായിട്ട് ദേവിക്ക് സാധിക്കുന്നു. 753 മഹാശന. മഹാഗ്രാസ എന്ന അതേ അർത്ഥത്തിലാണ് ഈ നാമം ഉപയോഗിക്കുന്നത്. എല്ലാത്തിനെയും ഭക്ഷിച്ച് കളയുന്ന ദേവി ലളിതാംബിക. നാം ഇവിടെ വലുത് ശ്രേഷ്ഠമെന്ന് കരുതുന്ന എല്ലാത്തിനെയും വിസ്മൃതിയിലാഴ്ത്താൻ ദേവിക്ക് ക്ഷണനേരം പോലും വേണ്ട എന്ന അർത്ഥം. 754 അപർണ. ഋണം എന്നാൽ കടം. ദേവി ഒരു വിധത്തിലുള്ള കടവും കടപ്പാടുമുള്ളവളല്ല. ദേവിയുടെ ശക്തി സ്രോതസ്സായി ഇവിടെ ആരുമില്ല. ദേവി സ്വയംഭൂവാണ്. ദേവിയാണ് സകലത്തിനെയും ശക്തി സ്രോതസ്സായി വിളങ്ങുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരടക്കമുള്ള സകലരും ദേവിയിൽ നിന്നാണ് ശക്തി ഏറ്റുവാങ്ങുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ നാമം ഉണ്ടാകുന്നത്. ഋണമില്ലാത്തവൾ, കടമില്ലാത്തവൾ. ഇനി ഭക്തനെയും കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാൻ, കടം എന്നുള്ളത് പണം എന്നുള്ള നിലയിൽ മാത്രമല്ല നമുക്ക് പലരോടും കടപ്പാടുണ്ടാവുക. ആ വിധത്തിലുള്ള സകല ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ദേവി ലളിതാംബിക. ഇനി അപർണ എന്നത് പാർവതീദേവിയുടെ മറ്റൊരു നാമമാണ്. പരമശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനായി ദേവി കഠിന വ്രതമെടുക്കുകയും കഠിനമായി തപസ് ചെയ്യുന്ന ആ സമയത്ത് വീണ് പോകുന്ന ഇലകൾ പോലും ഭക്ഷിച്ചിരുന്നില്ല എന്നാണ് കഥ. ആ രൂപത്തിലുള്ള ദേവി പാർവതീദേവിയെയാണ് അപർണ എന്ന് വിളിക്കുന്നത്. 755-ാം നാമം ചണ്ഡിക. ദുർഗാദേവിയുടെ ഒരു ഭാവമാണ് ചണ്ഡിക എന്ന് പറയുന്നത്. ഇനി അതല്ല, ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നിവർ ചേർന്ന ഒരു മൂർത്തിയാണ് ചണ്ഡിക എന്നും വിശ്വാസമുണ്ട്. ചണ്ഡം എന്നാൽ കോപം. ദുർഗാദേവിയുടെ ഉഗ്രഭാവമാണ് ചണ്ഡിക. ചിലയിടങ്ങളിൽ ചണ്ഡികയും ചാമുണ്ടിയും ഒരേ മൂർത്തി തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ അതല്ല, ഇവർ 2 വ്യത്യസ്ത മൂർത്തികളാണ് എന്നും പറയുന്നു. 756-ാം നാമം ചണ്ഡമുണ്ഡാസുര നിഷൂദിനി.
ശുംഭനിശുംഭന്മാരുടെ സേവകരായിരുന്നു ചണ്ഡമുണ്ഡാദികൾ. പാർവതീദേവിയെ കാണുന്ന ഇവരാണ്, ചണ്ഡമുണ്ഡാദികളാണ് ശുംഭനിശുംഭന്മാരെ പാർവതിയുടെ സൗന്ദര്യത്തെപ്പറ്റി അറിയിക്കുന്നത്. അപ്പോൾ പാർവതിയെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായിട്ട് ശുംഭനിശുംഭന്മാർ ആദ്യം നിയോഗിക്കുന്നത് ചണ്ഡമുണ്ഡാദികളെയാണ്. ഈ ചണ്ഡമുണ്ഡാദികളെ നിഗ്രഹിക്കാനായി പാർവതീദേവിയുടെ പുരികങ്ങൾക്ക് നടുവിൽ നിന്ന് ജനിക്കുന്ന മൂർത്തിയാണ് കാളിയെന്നും ചണ്ഡമുണ്ഡാദികളെ നിഗ്രഹിക്കുന്ന കാളീദേവിക്ക് ലഭിക്കുന്ന പേരാണ് ചാമുണ്ഡി എന്നും പറയുന്നു. ഇനി ഏതെങ്കിലും ഒരു അസുരനെ നിഗ്രഹിക്കുക എന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ ഭണ്ഡാസുര നിഗ്രഹത്തിനായി ആദിപരാശക്തി ശ്രീ ലളിതാംബികയായി അവതരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ആസുരിക ശക്തി, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ആസുരിക ഭാവത്തെ നശിപ്പിക്കുന്ന ദേവിയാണ് ആ അവതാരമായി നമ്മുടെ മുന്നിലെത്തുന്നത്. ഇവിടെ ചാമുണ്ഡി ചണ്ഡനെയും മുണ്ഡനെയും വധിച്ചു എന്ന് പറയുമ്പോൾ ചണ്ഡൻ അത്യാഗ്രഹത്തെയും മുണ്ഡൻ വിരക്തിയെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഒരു സങ്കല്പം. അതായത് ഇപ്പോൾ ഒരു കാര്യം കഴിച്ചു, ഒരു പ്രത്യേക വസ്തു കഴിച്ചു നോക്കി, നല്ല രുചിയുണ്ട്, വളരെയധികം സന്തോഷമായി, അത് അമിതമായി അതിനോടുള്ള ആസക്തി വരുമ്പോഴാണ് നാം ചണ്ഡനെ പോലെ പെരുമാറുന്നത്. ഇനി മുണ്ഡനാകട്ടെ, ആദ്യത്തെ തവണ ഒരു പ്രത്യേക കാര്യം കഴിച്ചു നോക്കി, അത് അത്ര സുഖമായി തോന്നിയില്ല, ഇനി അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് കഴിക്കില്ല എന്ന വിധത്തിൽ ആ അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായി ഉൾവലിയുന്ന പ്രകൃതക്കാരനാണ് മുണ്ഡൻ. ഈ രണ്ടും ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ്. ഈ രണ്ട് സ്വഭാവങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവി ലളിതാംബിക. ഒന്നിനോടുമുള്ള അമിതമായ ആസക്തിയും ഒന്നിനോടുമുള്ള വിരക്തിയും ദേവി വച്ചു പൊറുപ്പിക്കുന്നില്ല. 757 നാമം ക്ഷര അക്ഷര ആത്മിക. ദേവി ക്ഷരമായും അക്ഷരമായും നിലനിൽക്കുന്നു. അക്ഷരമായും അക്ഷരങ്ങൾ ചേർന്നുള്ള ശബ്ദമായും ക്ഷരമായും ദേവി നിലനിൽക്കുന്നു. അതിനാൽ ദേവിയെ ശബ്ദബ്രഹ്മമെന്ന് വിളിക്കുന്നു. ഇനി അതല്ല, ക്ഷരം അനശ്വരമായ നശിച്ചു പോകുന്ന ഈ സംസാരമായും അക്ഷരമായ അനശ്വരമായ ബ്രഹ്മമായും ദേവി നിലനിൽക്കുന്നു. 758 സർവലോകേശി. സർവലോകങ്ങളുടെയും, ദേവലോകമാവട്ടെ പാതാളമാവട്ടെ ഭൂമിയാകട്ടെ, ഈ പ്രപഞ്ചം ഒന്നാകെ അധീശ്വരിയായി വിളങ്ങുന്ന ദേവി ലളിതാംബിക. 759 വിശ്വധാരിണി. വിശ്വത്തെ തന്നെ താങ്ങി നിർത്തുന്ന ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുന്ന ദേവി ലളിതാംബിക. ആ ദേവിയെയാണ് വിശ്വധാരിണി എന്ന് വിളിക്കുന്നത്. നാമം 760 ത്രിവർഗധാത്രി. ത്രിവർഗങ്ങളായി പറയുന്നത് 3 പുരുഷാർത്ഥങ്ങളെയാണ്. ധർമ്മം, അർത്ഥം, കാമം. ഈ 3 പുരുഷാർത്ഥങ്ങളും ഈ ത്രിവർഗങ്ങളും നൽകുന്ന ദേവി ലളിതാംബിക. ധർമ്മം പാലിച്ചുകൊണ്ട് അർത്ഥം, ധനധാന്യങ്ങളെല്ലാം നേടാനും ആ ധനധാന്യ സമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും സത്യസന്ധമായ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാത്ത വിധത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനുമുള്ള ആ ശേഷി നൽകുന്ന ദേവി ലളിതാംബികയെയാണ് ത്രിവർഗധാത്രി എന്ന് വിളിക്കുന്നത്.